സുഖി എന്നെന്താ വിളിക്കായിരുന്നു? ജിമ്മിൽ പോണ്ടേ? ജിമ്മിലേക്ക് പോവാ, പക്ഷെ കുറച്ച് ഇന്ന് ഉറങ്ങട്ടെ ചേർത്തു. നാളെ മുതൽ നേരത്തെ എണീക്കണല്ലോ മുത്ത്. എന്തിന്? ഒരാള് വരുമല്ലോ, നാളെ മുതൽ ഇവിടെ തന്നെ ഉണ്ടാവും. ഇന്ന് രാത്രി എത്തും, പിന്നെ നാളെ മുതൽ 6 മണിക്ക് എണീക്കണം. ഓർത്തോ? മൊമ്മോന് പറയണ്ട. 6:30 എണീക്കണം കേട്ടാ. 6:30 പിന്നെ 7 മണിക്ക് വെയിലായ നീ നടക്കൂല അല്ല റൂഫി? നിന്റെ ഫോണും നടക്കൂല, അവിടെ കിടന്നിട്ടിരിക്കുന്നു സാധനം. വെയിലായ നടക്കൂല. Good morning guys, welcome back to day 4 of 100. സോ ഇന്ന് നമുക്ക് കുടിക്കാനുള്ള വെള്ളം പറഞ്ഞാൽ ബ്ലാക്ക് റേസിൻസിനെ ഓവർനൈറ്റ് സോക്ക് ചെയ്തത് ഒന്ന് മൈക്രോവേവ് ചെയ്തെടുത്തു, അപ്പോൾ ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്നലെ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് കണ്ടോ പൂവിൻ്റെ ഇതൊക്കെ വീണ് കിടക്കുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇന്ന് ശരിക്ക് വീട് ക്ലീൻ ചെയ്യാനുണ്ട്. ഇവിടെ പിള്ളേർ കണ്ട ബിസ്ക്കറ്റ് കഴിക്കണോ? ബിസ്ക്കറ്റ്, ചായയും ബിസ്ക്കറ്റ്, ഐ മീൻ ചായ സുഖി കഴിക്കണു, ബിസ്ക്കറ്റ് അതിൽ കഴിക്കണം. സോ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, ഇന്ന് നിങ്ങൾ ജിമ്മിൽ പോയിട്ടില്ല, ഇന്ന് എണീക്കാൻ ലേറ്റായി. സോ അപ്പം നമ്മളൊരു കാര്യം ചെയ്യാൻ വിചാരിച്ചു. ഇന്ന് നമുക്ക് കുറച്ച് ബാങ്കിൽ പരിപാടി ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് റെഡി ആയിട്ട് ബാങ്കിൽ പോവാണ്. ലോഗിൻ ചെയ്യണതിൻ്റെ മുന്നേ തിരിച്ചു വരണം. ബാങ്കിൽ ചെറിയൊരു പണിയുണ്ട്. പിന്നെ ഡെബിറ്റ് കാർഡ് കളക്ട് ചെയ്യാനുണ്ട്. അത് പഴയ അഡ്രസ്സിലേക്കാണ് പോവുക. പോയിട്ടുണ്ടോയെന്ന് അറിയില്ല, ചുമ്മാ ഒന്ന് നോക്കി നോക്കാം. സോ പെട്ടെന്ന് റെഡി ആയിട്ട് അതിൻ്റെ പരിപാടി നോക്കട്ടെ. അങ്ങനെ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ എത്തി. ഇനി ഇതും നമുക്കൊരു 10 months ഓടിക്കണം. This is my OOTD. അങ്ങനെ ഞങ്ങളൊരു ഫുഡ് ബ്രഞ്ച് എന്തെങ്കിലും കഴിച്ചിട്ട് തിരിച്ചു വരും. That's all. Let's go. Come. ആംഗിളിനും കുറച്ച് മേലാക്കേ, ആദ്യം മോന്ത മാത്രം കാണുന്നത്. നമ്മൾ ഓരോന്ന് എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പൊ നമ്മള് മറ്റേ സക്ഷൻ സ്റ്റാൻഡ്, അങ്ങനെ തന്നെ അതിന് പറയുക, സക്ഷൻ സ്റ്റാൻഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഹാൻഡ്സ് ഫ്രീ ആയിട്ട് ഇനി മൂവി റിവ്യൂസ്, പിന്നെ ട്രാവലിംഗ് വീഡിയോസ് എല്ലാം എടുക്കാം. ഓക്കെ, ഇത് നമുക്കിങ്ങനെ, നല്ല കുഴിയാണല്ലോ. അപ്പുറത്ത് കൂടെ പോവാ, അന്ന് പോയില്ലേ? റൈറ്റ്. ഈ റോഡ് ഭയങ്കര മോശമാണ്, അതിനേക്കാളും ബെറ്റർ. സോ ഇപ്പൊ ഇതേ എനിക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ച് രണ്ടാള് വന്ന് ഈ റോഡിലൊക്കെ അത് താങ്ങൂല. ഞങ്ങൾ ഈ സ്റ്റാൻഡിന്റെ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നു ഗൈസ്. എപ്പോ വേണമെങ്കിലും വീഴും, അടിയിൽ കൈ വെച്ചിട്ടിരിക്കുന്നുണ്ട് ഞാൻ. ഇവിടെ അത്ര മോശം റോഡ്. ഓക്കെ, അപ്പൊ എന്നെ കാണുന്നുണ്ട്, മതിയാ? ഇന്നലെ മഴ പെയ്ത കാരണം ഇന്ന് കുറച്ച് ക്ലൈമറ്റ് നന്നായിട്ടുണ്ട്. മീൻസ് ലൈറ്റ് ആയിട്ട് വെയിലുണ്ട്, പക്ഷെ അത്ര ചൂട് പറയാനില്ല. പിന്നെ നമ്മളിപ്പോ ഇലക്ട്രോണിസിറ്റി ഫസ്റ്റ് ഫേസ് ആണ് പോണത്. ഓക്കെ, അപ്പൊ നമ്മളുടെ പ്ലാൻ എന്താന്ന് വെച്ചാല് ഫസ്റ്റ് ബാങ്കിലൊരു ചെറിയ പണി, അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോണിസിറ്റിയിൽ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ വിചാരിക്കുന്നുണ്ട്. ഈവനിങ് ആയിരുന്നെങ്കിൽ ഒരു സ്ഥലമുണ്ട് സുഖി. ഇപ്പൊ ഭയങ്കര അല്ല, ഞാൻ പറയണ കേക്ക് ഫുള്ള്. ഇപ്പോ കൊറേ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ചായക്കടയാണ്, പക്ഷെ ഇരുന്ന് കഴിക്കാനൊന്നും സ്ഥലമില്ല. എന്നിട്ടും അവരുടെ പുട്ടും ചിക്കൻ കറി ഇതൊക്കെ കഴിക്കാനൊക്കെ നല്ല തിരക്കാണ്. എന്താ പറയുക കടേന്റെ പേര്? സെക്കൻഡ് ഫേസിലാണ്. വളവിലെ ചായക്കടയാ, വളവിലെ കട, അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് ഒരു ദിവസം ഈവനിങ് പോയി നോക്കാം. ഇപ്പൊ പുറത്തു നിന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല, പിന്നെ നല്ല വിശക്കുന്നുണ്ട്. രാവിലെ ഞാനാകെ കഴിച്ചത് ആ 1 ഗ്ലാസ് വാട്ടർ ഇല്ലേ, റേസിൻസ് വാട്ടറും പിന്നെ ഒരു ലഡ്ഡും. നീ ബിസ്ക്കറ്റും ചായയും. അവൻ ബിസ്ക്കറ്റും ചായ അവൻ ഫേവറേറ്റ്.
ഇനി ഞങ്ങൾ ബാങ്കിൽ പോയി പണി തീർത്തിട്ട് കാണാം. ബൈ ബൈ ബൈ. ഓ, അപ്പുറത്തെ സൈഡിൽ നല്ല ട്രാഫിക്കാണ് കേട്ടോ, ടോളിന്റെ ട്രാഫിക്. നമുക്ക് ഇവിടെ കുഴപ്പമില്ല, ഇവിടെ ഈസി മൂവിങ്. നമ്മൾ ഇവിടുന്ന് തിരിയണ്ടല്ലോ, അപ്പുറത്ത് പോയി തിരിഞ്ഞാൽ പോരെ. ഗൈസ്, നമ്മൾ ഇന്ത്യൻ കാലണ്ടറിലോ ഇന്ത്യൻ ഷിഫ്റ്റിലോ അല്ല നമ്മളെ വർക്ക് വെച്ചെങ്കിൽ പറ്റിപ്പോകാവുന്ന ഒരു അബദ്ധത്തെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഇന്ന് മുഹറമായിരുന്നു ഇന്ത്യയിൽ. സോ ബാങ്ക് ഹോളിഡേ ഇതൊന്നും നോക്കാണ്ട് ഇറങ്ങി പുറപ്പെട്ട രണ്ടുപേരെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ വിശന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട്. പക്ഷേടാ, എന്നാലും എങ്ങനെ മിസ്സായില്ല. അതും എൻ്റെ ടീമിൽ ഒരു കുട്ടി ഇന്ത്യൻ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അവൾ ഇന്നലെ ഇങ്ങനെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ടുമോറോ ഈസ് മൈ ഹോളിഡേ ബട്ട് സ്റ്റിൽ ഐ വിൽ ബി അവൈലബിൾ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴും ഞാൻ വിചാരിച്ചു ഇവളെന്തിനാ ഹോളിഡേക്ക് അവൈലബിൾ ആണ്. ഇപ്പോഴാണ് മനസ്സിലായത് അവൾ ഇന്ത്യൻ കാലണ്ടർ ഫോളോ ചെയ്യണതുകൊണ്ട് അവൾക്ക് ഇന്ന് ഹോളിഡേ ആണ്. ഇന്ന് മുഹറമാണ്. എനിക്ക് ഓപ്ഷണൽ ഹോളിഡേ ആയിരുന്നു കേട്ടോ, പക്ഷെ ഞാനത് അറിഞ്ഞു പോലും ഇല്ല എടുക്കാൻ. ഇതൊക്കെ അറിഞ്ഞാലല്ലേ. ശരി, ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രോണിക് സിറ്റിയിലുള്ള വില്ലേജ് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. ഇത് രണ്ടും കെട്ട ഒരു സമയമാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമും അല്ല, ലഞ്ചിൻ്റെ ടൈമും അല്ല. ഓൾമോസ്റ്റ് 11:45. സോ ഞങ്ങളൊരു ബ്രഞ്ച് കഴിക്കാൻ പോവാണ്. ഫുഡ് പറഞ്ഞിട്ടുണ്ട്, ഫുഡ് വന്നിട്ട് കഴിക്കാം. സോ നമ്മൾ ചില്ലി ചിക്കൻ ഗാർലിക് ഫ്രൈഡ് റൈസ്, ഇതിൻ്റെ പേര് ചില്ലി ചിക്കൻ ഗാർലിക് ഫ്രൈഡ് റൈസും ഡ്രാഗൺ ചിക്കനും. ഞാനൊരു ചായ പറഞ്ഞു, സുഖി ഒരു മിൻറ്റ് ലൈം സോഡ. ഫോക്കസ് വരാം, അതാ ആക്സിഡൻ്റ് ആവല്ലോ. ഓക്കെ, അപ്പം നമുക്ക് കഴിക്കാം. ജന്മനാ കിട്ടിയതാണ്, നല്ല ഫുഡ് കേട്ടോ. കുറേ നാൾ കൂടിയിട്ട് ഫ്രൈഡ് റൈസ് കഴിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മുന്നേ കഴിച്ചിട്ടുള്ളതൊക്കെ നമുക്ക് ഇഷ്ടമായിട്ടുണ്ട് അല്ലേ. സ്റ്റാൻഡേർഡ് ഫുഡാണ്, മോശമാകും. അപ്പോൾ എനിക്ക് വേണ്ടി ജ്യൂസൊക്കെ മേടിച്ചിട്ടുണ്ട്. പെർമിഷൻ ഒന്നും ചോദിക്കാൻ പാടില്ല. റിലേഷൻഷിപ്പിൽ പെർമിഷൻ അല്ല, ഓൺലി സ്നേഹം. അങ്ങനെ നമ്മൾ വന്ന പാതി പണി ചെയ്യാണ്ട്, മെയിൻ പണി ചെയ്യാണ്ട് ബാക്കി പണി ചെയ്തിട്ട് തിരിച്ചു പോവാണ് ഗൈസ്. ബാക്കി പണിയൊന്നുമില്ല, വന്ന് തിന്നിട്ട് ചെലവാക്കിയിട്ട് പോകും. അതെ, തിന്ന് പൈസ പൊട്ടിച്ചിട്ട് പോകുന്നുണ്ട് തിരിച്ച്. ഇനി ഡയറക്റ്റ് വീട്ടിലേക്ക്. കറക്റ്റ് സുഖിക്ക് ഉറങ്ങാനുള്ള സമയമായി, എനിക്ക് ലോഗിൻ ചെയ്യാനുള്ള സമയമായി. ഞാൻ എന്തിനും ബാക്കപ്പിന് വേണ്ടി ലാപ്ടോപ്പ് എടുത്തിട്ടാണ് വന്നത്, പക്ഷെ നമ്മൾ ലോഗിൻ ചെയ്യുന്നതിന് മുന്നേ വീടെത്തും. സോ അതാണ് ഇപ്പോൾ പരിപാടി. M5 മോളിൻ്റെ അവിടെ ഭയങ്കര ട്രാഫിക് കിട്ടിയിട്ടാണ്. ഇവിടെ വർക്ക് നടക്കണ കാരണം ഇത് കഴിഞ്ഞാൽ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഇന്ന് വീക്കെൻഡും ആയിട്ടില്ല, പിന്നെ ഇതൊരു ഓഡ് ടൈമല്ലേ, പീക്ക് അവേഴ്സൊന്നും അല്ല. എന്നിട്ടും ഇത്ര ട്രാഫിക് ഉണ്ടായത് അവിടെ വർക്ക് നടക്കണുണ്ടോ. ഇനി അങ്ങോട്ട് മൂവ് ആവുമെന്ന് വിചാരിക്കുന്നു. ഓഫ് റോഡിങ് അയ്യാ ചെയ്യാൻ പറ്റാത്തതാണ്. ഇവിടെ ഞാൻ ഇന്ന് വീഡിയോ ഇടാൻ ലേറ്റായല്ലോ, അപ്പോൾ വീഡിയോ ഇത് അപ്ലോഡിങ് ആയിട്ടിരിക്കുന്നുണ്ട്. പാരലലി ഞാൻ വർക്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. സോ ഇത് അപ്ലോഡ് ഇട്ട് ഇനി ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. കാണാണ്ട, എന്നിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മളെ വർക്കിലേക്ക് ബാക്ക് ടു വർക്ക്. റൂഫീൻ്റെ ഫേവറേറ്റ് സ്പോട്ട് ഏതാണെന്നറിയോ? ഞാൻ വർക്ക് ചെയ്യണതിന് തൊട്ടടുത്ത്. പേടിച്ചിട്ട് വേണം നമ്മൾ കസേര മാറ്റാനൊക്കെ, അവളെ മേത്ത് തട്ടുമോ എന്ന് പറഞ്ഞിട്ട്. അവൻ പിന്നെ അതേ അവിടെ സെറ്റിൽഡോ എൻ്റെ ഹാൻഡ് ബാഗിൻ്റെ അടുത്ത്. ഓക്കെ, ഇന്നെനിക്ക് ഇരിക്കാൻ വയ്യ കേട്ടോ കുറേ നേരം. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ മാനേജറിൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ എനിക്ക് കുറച്ച് വയ്യ, പീരിയഡ്സ് ആയി.
സോ ഓൺലൈൻ ഉണ്ടാവും, ബട്ട് ഐ വിൽ ബി ടേക്കിംഗ് മോർ ബ്രേക്സ് എന്ന് പറഞ്ഞു. സോ ഷീ സെഡ് ഓക്കെ, ബിക്കോസ് ഷീ ഈസ് സ്വീറ്റ്. നല്ലൊരു സ്വീറ്റ് മാനേജറാണ് എൻ്റെ. ഷീ ഈസ് സോ സ്വീറ്റ്, ഷീ ഈസ് സോ അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെ നമ്മൾ ഈവനിങ് വാക്കിന് വന്നു ഗൈസ്. ഇന്ന് കുറച്ചുകൂടെ കഴിഞ്ഞാൽ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി. ക്ലിയർ സ്കൈ ആണ്, പക്ഷെ ചിലപ്പോൾ മുരിങ്ങൻ്റെ ഇല ഉണ്ട്. നമ്മൾ 27 രൂപക്കോ 30 രൂപക്കോ ഇത്ര വാങ്ങിയില്ലേ, ഇവിടെ ഫ്രീ ആയിട്ടുണ്ട്. പക്ഷെ ഈ ആൻറ്റി കുറച്ച് മുടയാ, തരുന്നില്ല. നല്ലപടി ചോദിച്ചാ കിട്ടും, കട്ടാ കിട്ടുള്ളൂ. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ കക്കുന്നതിന്റെ സുഖം വേറല്ലേ, ഒരു കൊമ്പ് അടിച്ചിട്ട്. മോള് ചളിയിട്ട് റെഡി മമ്മി കടത്തി തരാം. ഇല്ലല്ല, ഈ കോർണർ കൂടെ നടക്കട്ടെ, കുഴപ്പമില്ല. അവിടെ ഒരു ചക്കൻ ഇരിക്കില്ലേ, അതിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കിയാലോ, കുറച്ച് ഇല തരുമെന്ന്. കായ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. മുറിഞ്ഞല്ലേ വായി നോക്കണം ഫസ്റ്റ് ആള്. അയ്യോ, ഇന്ന് സൺകിസ്ഡ് അല്ല, സൺബേൺഡ് ആയിപ്പോയി ഗൈസ്. ഭയങ്കര വെയിൽ. കറക്റ്റ് 5 മണി കഴിഞ്ഞു, പക്ഷെ എന്നിട്ടും നല്ല വെയിലുണ്ട്. ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടാ, ഇന്നത്തെ വെയിൽ കണ്ട. പക്ഷെ ഈ വെയിൽ ഇപ്പം ഉണ്ടെങ്കിൽ രാത്രി നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. നോക്കാം ഇന്ന് രാത്രി മഴ പെയ്യുമെന്ന്. എൻ്റെ ഷാഡോവും കാണാണ്ട് നമുക്ക്. ഇന്ന് കുറച്ച് കഴിഞ്ഞാൽ മൊമോ വരും നമ്മുടെ വീട്ടിൽ. പിന്നെ 2 വീക്സ് മൊമോ വിൽ ബി വിത്ത് അസ്. ഐ ആം സോ എക്സൈറ്റഡ്. ഇവർ 3 പേര് കൂടിയുള്ള ലൈഫ് കാണാൻ വേണ്ടിയിട്ട്. വണ്ടി വരുന്നുണ്ട്. സോ ബ്രേക്കാണ് ഗൈസ്. നമ്മൾ വാക്കിംഗ് കഴിഞ്ഞ് വന്നു. ഇതിൽ ഞാൻ ഇന്നലെ എന്താണ് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് കറി വെക്കാൻ വേണ്ടി വെച്ചു. പിന്നെ ഇതൊക്കെ ഇന്ന് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് പോയപ്പോൾ വാങ്ങിയത്. ദിസ് ഈസ് ലൈക്ക് എ മസ്റ്റ് നീഡഡ് തിങ് വെൻ ഐ എം ഓൺ മൈ പീരിയഡ്സ്. ഒന്നെങ്കിൽ 90% ചോക്ലേറ്റ് ഉള്ളത് വാങ്ങും. ഇന്ന് അത് കണ്ടില്ല, അപ്പോൾ 70%. എനിക്ക് ഡാർക്ക് ചോക്ലേറ്റ്സ് ഇഷ്ടമുള്ളൂ. പിന്നെ ഇത് നമ്മുടെ കാടമുട്ട. പിന്നെ ഇതെന്താണെന്നറിയാമല്ലോ, ടോയ്ലറ്റിലിടുന്നത് സുഗീൻ്റെ ടൂത്ത് പേസ്റ്റ്. പിന്നെന്തോ വാങ്ങിച്ചിട്ടുണ്ടോ? പിന്നെ ഇതാ ഇത്. എൻ്റെ 2 ചട്ടികൾ ഇവിടെ ഇപ്പോൾ കാലിയായിട്ടുണ്ട്, ചെടിച്ചട്ടികൾ. അതിൽ സ്പിനാച്ചായിരുന്നു മുന്നേ. ഇത്തവണ ഞാൻ അമറാന്ത് ഇടാമെന്ന് വിചാരിച്ചു. ഇത് ഒരു തരം ചീര തന്നെയാണ്, കഴിക്കാൻ പറ്റുന്നത്. ഇത് കൊറിയാണ്ടറിൻ്റെ. ഇത് 2ഉം ഇടാം. പിന്നെ കുറച്ച് റെഡ് ചില്ലിൻ്റെ കുരുവിനെ ഇട്ടിട്ട് മുളകിൻ്റെ ഒരു ചെടി വളർത്താമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത്രയാണ് ഇന്നത്തെ ഷോപ്പിംഗ്. പിന്നെ സുഗി പാല് വാങ്ങിച്ചു. അല്ല, സുഗി ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം ഗൈസ്. സുഗി വാങ്ങിച്ച സാധനം ഇത് കണ്ടോ? ഈടാ ഇത് ബാക്കിയൊക്കെ തിന്നോ? ഇല്ല. ഇങ്ങനത്തെ 4 എണ്ണം എന്തോ ഉണ്ടായിരുന്നു. ഇതെന്താ സാധനം? എന്തോ സിപ്പപ്പ് പോലത്തെ സാധനം. എനിക്കിഷ്ടമല്ല, അവനിഷ്ടമായിട്ട് വാങ്ങിച്ചുള്ളത്. അതാണ് ഷോപ്പിംഗ്. ഇനി ഞാൻ എൻ്റെ ചായ ഉണ്ടാക്കട്ടെ. ഇന്ന് ഗ്രീൻ ടീ ആണ്, നോർമൽ ഗ്രീൻ ടീ വിത്ത് ജിഞ്ചർ. സോ അത് ഞാൻ ഗ്രീൻ ടീ വിത്ത് ജിഞ്ചറാണ്. സോ അതിപ്പോൾ എന്തത്ര കാണിക്കാനൊന്നും ഇല്ലല്ലോ. നമ്മൾ ഗ്രീൻ ടീ മഞ്ചൂരിൽ നിന്നാണ് കേട്ടോ വാങ്ങാറ്. നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് ഊട്ടി ഗ്രീൻ ടീ ആണ്. ഊട്ടി ഗ്രീൻ ടീ വേണ്ട, നല്ല ഗ്രീൻ ടീ, ഇങ്ങനെ നല്ല മണമാണ്. സോ ഗ്രീൻ ടീ ഞാൻ വെറുതെ ഉണ്ടാക്കില്ല. എനിക്ക് അതിൻ്റെ കൂടെ ഒരു പീസ് ജിഞ്ചറും കൂടെ ചതച്ചിട്ട് ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കാനാണ് ഇഷ്ടം. സോ ഞാൻ ഗ്രീൻ ടീ ഉണ്ടാക്കട്ടെ. സിയോ. ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ട്. നീ നല്ല സുന്ദരനായിട്ടുണ്ട്. ശരി, ഇനി ഒരു ബൈറ്റ് എടുത്തിട്ട് എങ്ങനെയുണ്ട് പറയേ. അങ്ങനെയാണ് യൂട്യൂബ് ചാനല്. ടേസ്റ്റ് ചെയ്യടാ ഈ സാധനം. ഫ്രൈഡ്. അതന്നെ. ഇപ്പൊ മുഖം പോറ്റിരിക്കണ നന്നായിണ്ടാ? നീ ഏതാ കഴിച്ചത്? അതെന്താ? പഫ്സാ?
നന്നായിണ്ടാ? പപ്സിന്റെ പൊരിച്ച പപ്സ് കുഴപ്പമില്ല. മറ്റേത് ബേക്ക് ചെയ്യണത്, ഇത് പൊരിച്ചതാ. ബൈറ്റ് എടുക്കുമ്പോ ചെറിയ ബൈറ്റ് എടുത്താൽ പോലെ. നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാം. അയ്യോ ഇനി ഇവർ അടിയിടുന്നു. സഫി എന്ത് സാധനം അത്? കട്ട്ലേറ്റ്. ഓക്കെ, ചിക്കൻ അല്ലേ പറഞ്ഞത്? ചിക്കൻ കട്ട്ലേറ്റ്. ഇവർ ചിക്കൻ കട്ട്ലേറ്റ് നല്ല മുന്നേ എനിക്ക് ഇവരെ സ്നാക്സ് ഇഷ്ടമായിരുന്നില്ല. പക്ഷെ എടുത്ത് ഒരു ബൈക്ക് ഒരു കുത്തില്ല മസാല തന്നെ. മധുരമൊക്കെ ആ മധുരം. പുറത്ത് പോയി ചായ കുടിച്ച് വന്നെങ്കിലും എൻ്റെ ഗ്രീൻ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നല്ലോ. അതൊന്ന് ലൈറ്റായി ചൂടാക്കിയിട്ട് ഞാൻ ഗ്രീൻ ടീ കുടിക്കുന്നു. ഇവർക്ക് ഓൾറെഡി ഫുഡ് കൊടുത്തു കേട്ടോ. ഹലോ റൂഫി, സോറോ, എന്താ രണ്ടാളും ചെവി ചൊറിയുന്നുണ്ട്? ഇവർക്ക് ഇന്ന് അവരുടെ ഡോഗ് ഫുഡാണ് കൊടുത്തത്. അത് രണ്ടാൾക്കും വെച്ച് കൊടുത്താൽ അവരെ കഴിച്ചോളും. സോറോ കുറച്ച് കഴിച്ചു, പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കും. കൊടുത്തിട്ടുണ്ടാക്കും ഓരോ പീസ്. ദോശക്കൊതിയൻ. പക്ഷെ ഇനി ഡാഡിക്ക് ഉണ്ടാക്കുമ്പോ തരാം. മമ്മി ആകെ ഒരു ദോശയെ കഴിക്കണുള്ളൂ. നിനക്ക് നെയ്യിട്ട് ദോശ വേണോ? ദോശ വേണോ? എനിക്ക് ഗ്രീൻ പീസ് കറി, ദോശ, അടിപൊളി കോമ്പിനേഷൻ ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുറേ നേരം കുതിർത്തിയ കാരണം ഗ്രീൻ പീസ് വേഗം വെന്ത് കിട്ടി. കാണുമ്പോൾ മണിമണി പോലെ തോന്നും. ഇന്ന് നമ്മുടെ ഫ്രണ്ട്സും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ, അല്ല ഡിന്നർ കഴിക്കാൻ വേണ്ടി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം. സോറി, എനിക്കിപ്പോൾ ഒന്നും മനസ്സിലാകാത്തൊരു അവസ്ഥയാണ്. ഡിന്നർ കഴിക്കാൻ വരും. അപ്പോൾ എല്ലാവർക്കും ചുടുചുടാ ദോശ ചുട്ട് കൊടുക്കാം. എനിക്ക് സുഖി ചുട്ട് തന്നെ. എനിക്ക് ഒരു ദോശ മതിയായിരുന്നു. കം ഹോം മോമോ, വെൽക്കം. ദിസ് ഈസ് യുവർ ഹോം for next 2 weeks. Momo, Momo, Momo wants this. Now everybody wants this. Rufi, കുറച്ച് നേരം കൊടുക്ക്. കൊടുക്കില്ല ആർക്കും? നീ ഒറ്റക്ക് വെച്ചിട്ട് കളിക്കോ? All of them wants the same toy. Prashant, how are you feeling going home? I'm feeling sad because I'll miss Momo a lot. That's what. But you can see Momo in my daily vlogs. I'll be checking out your vlogs. Yeah, so you can. So I will get daily 2 views from you and Chabi. मेरा vlog देखेगा ना? देख रही हूँ तो मोमो है ना? मोमो नहीं, आप सबको देखिए. Yeah, you are my all-time supporter, all-time comment support. Momo, you got it? Momo got it. മൊമോൻ്റെ ബെഡും ഫേവറേറ്റ് ടോയ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്ത്. സോ മൊമോ ക്യാൻ ഫീൽ ഹോം നൗ. സോ അങ്ങനെ നമ്മളുടെ 4th ഡേ ഇവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. യെസ്, ഞാൻ വിചാരിച്ചില്ല കേട്ടോ 4 days ഒക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ബട്ട് വി ഹാവ് എ ലോട്ട് ടു ഗോ. ഇനി 96 days ഉണ്ട്. ബട്ട് ഇപ്പോൾ ദിസ് ഈസ് ബിക്കമിങ് എ പാർട്ട് ഓഫ് മൈ ലൈഫ്. എനിക്കിത് ഡെയിലി ചെയ്യണം അങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വിചാരിച്ചത് എന്താ അറിയോ, എങ്ങനെ ഞാൻ 10 minutes 15 minutes വീഡിയോ എടുക്കും ഡെയിലി. ഇപ്പം എന്തപ്പം നടക്കുള്ളത്, എന്തപ്പം വീഡിയോ എടുക്കാമെന്ന്. ഇപ്പം ഞാൻ ഡെയിലി ഞാൻ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ 56 minutesനൊക്കെയാണ് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് 30 minutesൻ്റെ ഉള്ളിലാക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടിരിക്കുന്നത്. സോ അതൊരു നല്ല കാര്യമല്ലേ? നമുക്ക് കുറേ എടുക്കാൻ പറഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും നമ്മളെ വീട്ടിലിപ്പോൾ എന്താ ഡെയിലി ചെയ്യണത്, എന്നും ചോറ് തിന്നും കറി തിന്നും അത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ രസമുണ്ട് കേട്ടോ. ഇപ്പം എനിക്ക് മനസ്സിലായി ഈ ഡെയിലി വ്ളോഗേഴ്സിൻ്റെ ഫണ്ണ് എനിക്കും നന്നായിട്ട് ഇഷ്ടമായിട്ട് വരുന്നുണ്ട്. നമുക്കിത് ഇനി കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് വേണം, ഇനിയും വേണം, കൂട്ടി വരണം ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വെച്ചെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ഓരോ വ്യൂ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വേണം എൻ്റെ ചാനലിനെ ഗ്രോ ആക്കാൻ വേണ്ടിയിട്ട്.
സോ ഇനിയിപ്പോൾ ഇന്ന് മുതലുള്ള വീഡിയോയിൽ ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി ഉണ്ടാവും. മൊമ്മോ ബാ ഇവിടെ ഹായ് പറയും. നീ പറഞ്ഞു അമ്മമ്മോനെ ഞാൻ കാണിച്ചായിരുന്നില്ലേ. സോ നോ 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 സൗണ്ട് ഇടാൻ പാടില്ല, സൗണ്ട് ഇടാൻ പാടില്ല. ഇനി കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ ആയിരിക്കും ഞങ്ങളുടെ ലൈഫ്. പക്ഷെ ഇത് സെറ്റാവും. ഇതിപ്പോ കറക്റ്റ് ഇന്ന് വന്നല്ലേ ഉള്ളൂ. ഒരു 2 ദിവസം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാല് ഇവർ സെറ്റാവും. ഓക്കെ, അത് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പൊസസീവ്നെസ്സും ഇൻസെക്യൂരിറ്റിയും ഒക്കെയാണ്. ഒരാളിനെ കൊഞ്ചി കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ടുമോറോ. ലവ് യു ഓൾ. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്.